റേറ്റിംഗ് 5 കേരള ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോസ് പുട്ടും കടലക്കറി 5/5 തന്നെ കൊടുക്കാം. കാരണം പുട്ട് ഒരു റിച്ച് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്, കടല ഒരു റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അപ്പം അവിടെ ഒരു നല്ലൊരു ബാലൻസ് വരുന്നുണ്ട് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും തമ്മിൽ. മാത്രമല്ല പുട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്, ഈസിലി ഡൈജസ്റ്റബിളും ആണ്. സോ 5/5. ഇഡ്ഡലിയും സാമ്പാറും 4/5. കാരണം ഇഡ്ഡലി ഫെർമെൻറ്റഡ് ഫുഡാണ്, നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. സാമ്പാർ ഒരു കോമ്പിനേഷൻ ഓഫ് ഫൈബേഴ്സ് ഉണ്ട്, അതുപോലെ വെജീസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. സോ അവിടെ ഒരു കംപ്ലീറ്റ് ബാലൻസ് വരുന്നുണ്ട്. ഉപ്മാവ് ഐ മേ ഗിവ് 3/5. ഉപ്മാവ് ഉണ്ടാക്കുന്നത് റവ കൊണ്ടിട്ടാണ്. റവ ഒരു റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. മാത്രമല്ല ന്യൂട്രിറ്റീവ് വാല്യൂ കുറവാണ്. കുറച്ചും കൂടെ വെജീസൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. സോ 3/5. ബ്രെഡ് ബട്ടർ ജാമിന് 0/5 ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കാരണം വെരി റിച്ച് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണത്. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പ്രോട്ടീൻസോ ഫൈബേഴ്സോ ഒന്നും ആഡ് ഓൺ ചെയ്ത് തരാനില്ല. ലോഡഡ് വിത്ത് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഷുഗർ ആണ്. സോ 0/5. അപ്പവും മുട്ടക്കറിയും നമ്മുടെ കേരളീയരുടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്ക് പറയാം. 5/5 കൊടുക്കും. ഫെർമെൻറ്റഡ് ഫുഡാണ്, എഗെയിൻ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സോസാണ്, നല്ലൊരു റിച്ച് പ്രോട്ടീൻ സോസാണ് മുട്ട. സോ അവിടെ ഒരു കംപ്ലീറ്റ് ബാലൻസ് ഓഫ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്. സോ 5/5.